അതെ, ഇന്ന് വീഡിയോസ് കണ്ട് ഒരുപാട് കൊതി തോന്നിയ ഒരു ഐറ്റം ഉണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചാള മേടിച്ചിട്ടുണ്ട്. ചാള വെട്ടി തേച്ച് എന്നിട്ട് ഇതിനുള്ളിൽ നമുക്ക് ആ മുട്ടയും പനഞ്ഞിലും വേറെ ഇട്ടെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എടുത്തിട്ടേ ഇല്ല ഞാൻ, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. ഇത് പകുതി വേവായി കഴിയുമ്പോഴേക്കും, അതായത് ഈ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പതിയെ അങ്ങോട്ട് ഫ്രൈ ആക്കാം കേട്ടോ ഗൈസ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലേക്കുന്ന വീഡിയോ ആണല്ലോ ഇത്, ചാളമുട്ട. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളിലൊന്നാണ് കേട്ടോ ചാള. അപ്പോൾ ഇതിൻ്റെ മുട്ടയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, വേറൊരു മീനിനും കിട്ടാത്ത ടേസ്റ്റാണ് ഈ ചാളക്കറിക്ക് ഇല്ലേ ഗൈസ്. ചാളക്കറിക്കും ഈ ചാളയുടെ മുട്ട കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇച്ചിരി വേണമെങ്കിൽ ഫ്രൈ ആക്കാം, പക്ഷേ ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. കാരണം അധികമായി ഇളക്കി കഴിയുമ്പോഴേക്കും ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇതിന് ഇടിയായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.